വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും വെളിച്ചമെന്ന പ്രതീകത്തിന്റെ മനോഹാരിതയിലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. സൃഷ്ടികർമ്മമാണ് പ്രമേയം. നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം അരുളിച്ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. വീണ്ടും വെളിപാട് പുസ്തകം 22-ാം അധ്യായം 5-ൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ ആത്മാവിന് രക്ഷ നൽകുന്നത് ദൈവ വെളിച്ചമാണ്. നാം വെളിച്ചമെന്ന് കരുതിയതൊന്നും യഥാർത്ഥത്തിൽ നമ്മളെ ഇരുട്ടിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ തന്റെ കൃതിയായ ഗീതാഞ്ജലിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: നിന്റെ പുലർവെട്ടത്തിൽ എൻ്റെ ഈ ചെറിയ വെളിച്ചം ലയിക്കട്ടെ എന്ന്. പ്രഭാത വെളിച്ചം പൊട്ടിവിടരുമ്പോൾ, അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ, നക്ഷത്രജാലങ്ങൾ മങ്ങിത്തുടങ്ങുന്നു. അവ നഷ്ടമാകുന്നില്ല, മറിച്ച് പുലർവെട്ടത്തിൽ ലയിച്ചു ചേരുന്നു. എന്താണ് ഈ ചെറിയ നക്ഷത്രങ്ങൾ? അതൊരുപക്ഷെ എന്നിലെ ഞാനെന്ന ഭാവമായിരിക്കാം, സ്വയം പ്രശംസകൾ, നേട്ടങ്ങളായിരിക്കാം. എന്തുതന്നെയായാലും ദൈവത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കുമ്പോൾ നമ്മുടെ ചെറിയ വെളിച്ചങ്ങൾ, വിളക്കുകൾ ജീവിത അർത്ഥം കണ്ടെത്തുന്നു. വെളിച്ചം പുറത്തു നിന്നും മാത്രം ഉദിക്കുന്ന ഒരു പ്രതിഭാസമല്ല, അത് നമ്മുടെ ഉള്ളിലും പ്രകാശിക്കുന്നുണ്ട്. അതാണ് മനസാക്ഷി. റോമാർക്കൊക്കെ എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം: നിയമത്തിന്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു. അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു. മനസാക്ഷി ക്രമീകരണം നോമ്പുകാലത്ത് വളരെ ആവശ്യമാണ്. ചില സമയങ്ങളിൽ ചില അഹങ്കാര വിളക്ക് ദൈവവെളിച്ചത്തെ മറച്ചു വയ്ക്കുന്നുണ്ട്. ഇത്തരം ചില ചെറിയ വിളക്കുകൾ തന്നെ നമ്മുടെ നക്ഷത്രജാലം കണക്കെയുള്ള ആകാശവിധാനത്തെ മറച്ചു വയ്ക്കുന്നു. ഈ വിളക്കുകൾ ബോധപൂർവം അണയ്ക്കുവാൻ, മങ്ങി നിർത്തുവാനായിട്ട് നാം ധൈര്യം കാണിക്കുമ്പോൾ മാത്രമേ ദൈവവെളിച്ചത്തിന്റെ ശോഭ നമ്മിലേക്ക് ചൊരിയപ്പെടുകയുള്ളൂ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഈ നോമ്പുകാലത്ത് ലോകത്തിന് വെളിച്ചം പകരുന്ന പീഠവിളക്കായി നമുക്ക് മാറാം.